ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാളുകളായി അനുഭവങ്ങൾ പാളിച്ചകൾ എപ്പിസോഡ് കുറച്ചൊന്ന് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കുറച്ചുകൂടി അനുഭവങ്ങളായിട്ട് എല്ലാം കൂടി ഒരുമിച്ചങ്ങ് തരാം എന്ന് വിചാരിച്ചു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവ കഥ കുറച്ച് നാൾ മുമ്പ് നമ്മളെ സമീപിച്ച ഒരു ക്ലയൻറ്റിൻ്റെ അനുഭവ കഥയാണ്. ഇദ്ദേഹം നമ്മളെ സമീപിക്കുന്നത് സാറിൻ്റെ തന്നെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകളും സംഭവങ്ങളൊക്കെ കണ്ട് ഞങ്ങളൊരു CRM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു CRM ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് സ്റ്റാഫിൻ്റെ അടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം 6-7 മാസമായി. പക്ഷെ ഇപ്പോഴും CRM എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നു, അത് പാതി വഴിയിലായി. എന്നാൽ CRM ഇട്ട് തുടങ്ങിയിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഡാറ്റ ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ചെറിയ കംപ്ലൈൻറ്റ് പോലെയാണ് പുള്ളി പറഞ്ഞത്. നിങ്ങളുടെ സെഷൻ കേട്ട് അവിടെയും ഇവിടെയും എത്താത്ത രീതിയിലായി. എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇതൊന്ന് പഠിക്കണം. ഇത് പഠിച്ച് ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? ഒരു ചെറിയ കൺസൾട്ടിങ് അസൈൻമെൻ്റ് ആയിട്ട്, ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടിങ് അസൈൻമെൻ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പുള്ളി ചോദിച്ചത്. തീർച്ചയായിട്ടും നമുക്കിത് വർക്കൗട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിലെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു. എന്തുകൊണ്ടാണ് സ്റ്റാഫ് CRM ഫോളോ ചെയ്യാത്തത് അല്ലെങ്കിൽ ഉപയോഗിക്കാത്തത്? പ്രധാനമായും 4 കാരണങ്ങൾ കൊണ്ടാണ് ഇവരിത് ഉപയോഗിക്കാത്തത് എന്നുള്ളത് ഞങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായി. ഞങ്ങളുടെ പഠനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആളുകളെ എല്ലാവരെയും മീറ്റ് ചെയ്യും. അവർ ചെയ്യുന്ന പ്രോസസ്സുകൾ കൃത്യമായി പഠിക്കും. അവരുടെ KRIസും KPIസും എന്താണ് ഡിഫൈൻഡ് ആണെങ്കിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഞങ്ങളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 4 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഈ 4 കാരണങ്ങളും അവിടെ ആപ്ലിക്കബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി CRM നടപ്പിലാകാത്തത് എന്ന് മനസ്സിലായി. ആ 4 പോയിന്റുകളെയും അഡ്രസ്സ് ചെയ്തതിന് ശേഷം CRM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും ആദ്യം തന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഇത് എന്താണ് CRM എന്നുള്ള ക്ലാരിറ്റി പോലും ഇല്ലാതെ, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ക്ലാരിറ്റി ഇല്ലാതെ ഈ CRMൻ്റെയൊക്കെ കമ്പനീസ് പലപ്പോഴും ഒരു ദിവസം ചിലപ്പോൾ സൂമിലൊക്കെ ഒരു ട്രെയിനിങ് അങ്ങ് വയ്ക്കും എന്നുള്ളതല്ലാതെ ബാക്കി അതിൻ്റെ ഫോളോ അപ്സും കാര്യങ്ങളും ഇൻറ്റേർണൽ ട്രെയിനിങ്സും ഒക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഒറ്റയടിക്കൊന്നും ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. എല്ലാ ഫീച്ചേഴ്സും ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പലർക്കും അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ കുറച്ചൊന്ന് ഭയപ്പെടും, അല്ലെങ്കിൽ താല്പര്യം കാണിക്കില്ല. ഇങ്ങനെ ഈ ഒരു ഫീലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-25 പേരുള്ള ചെറിയ ഓർഗനൈസേഷനാണ്. എങ്കിൽ പോലും അതിൽ ഏകദേശം ഒരു 10ഓളം പേർ സെയിൽസിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെയിൽസിലുള്ള ആളുകൾക്ക് ക്ലാരിറ്റി കുറവായതുകൊണ്ട് തന്നെ 1-2 ആളുകൾക്ക് ക്ലാരിറ്റി ഉണ്ട്, ബാക്കിയുള്ള ആർക്കും തന്നെ ക്ലാരിറ്റി ഇല്ല. ഇവരൊന്നും തന്നെ ഇത് ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. കാരണം എനിക്കറിയില്ല. അടുത്ത ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. നമ്മൾ മനുഷ്യന്മാരെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ വളരെ ഈസി ആയിട്ടുള്ള പാത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ബ്രെയിനുമായിട്ടാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്താണ് ചൂസ് ചെയ്യുക. നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പാത്ത് നമ്മൾ ചൂസ് ചെയ്യും. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, നമ്മളെ മെനക്കെടുത്താത്ത, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്താത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇനി എന്തിനാണ് പുതിയൊരു മെത്തേഡ്? എന്തിനാണ് ഇപ്പോൾ പുതിയ കാശൊക്കെ കൊടുത്ത് പുതിയൊരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? ഞങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നുകൊണ്ട് ആളുകൾ മാറാൻ തയ്യാറാവില്ല. അപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് ശക്തമായൊരു ട്രെയിനിങ് ആദ്യമേ ആവശ്യമുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോരുത്തരിലും ഇത് കൊണ്ടുവരിക? എന്തൊക്കെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു CRMലൂടെ അവരുടെ മുന്നിലുള്ളത്? ഈവൻ ഫൈനാൻഷ്യൽ പോലും കാണിച്ചു കൊടുക്കാൻ സാധിക്കും. കാരണം മുമ്പ് 10 ക്ലോസ് ചെയ്തിരുന്നിടത്തുനിന്ന് അതിനെ വേണമെങ്കിൽ 15 മാറ്റാൻ ഒരു CRMന് സാധിക്കുമെന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയാൽ അവരുടെ ക്ലോസിങ്ങിൻ്റെ എബിലിറ്റി കൂടുന്നു, ഒപ്പം തന്നെ അവരുടെ ഇൻകം കൂടുന്നു. ഇതൊക്കെ CRMുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളിത് കാണിച്ചു കൊടുത്തു. CRM ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് കാര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര പെട്ടെന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര കൂടുതൽ നല്ല ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രമാത്രം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിവ്യൂ എത്രമാത്രം എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കിയപ്പോഴാണ് ആക്ച്വലി ഇവരുടെ ക്ലോസിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഒരു 50% കൂട്ടാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായത്. അതിൽ നിന്ന് അവരുടെ ആ റെസിസ്റ്റൻസ് പതുക്കെ മാറി. അപ്പോൾ ചെയ്താൽ ഗുണമുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നാൽ പതിയെ നമ്മൾ ചെയ്തു തുടങ്ങും. അങ്ങനെ 2 തവണ ചെയ്ത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതി കൂടി നമ്മൾ അവിടെ ട്രൈ ചെയ്തു. മറ്റൊന്ന്, ഈ CRMനകത്ത് ഇവർക്ക് ആവശ്യമുണ്ടായിരുന്ന ചില ഫീച്ചറുകൾ ആക്ച്വലി ഉണ്ടായിരുന്നില്ല. അതൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ പലപ്പോഴും എല്ലാ CRMലും ചിലപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഉള്ള എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കണം നിർബന്ധമില്ല.
അപ്പോൾ കുറേ കോളംസ് ഉണ്ട്, ഇവർക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത ചില കോളംസ് ഉണ്ട്, അതേസമയം ഇവർക്ക് ആവശ്യമുള്ള ചില കോളംസ് ഇല്ല. ഇത് CRM കമ്പനിയോട് സംസാരിക്കേണ്ട വിഷയമാണ്. അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ച് നോളജുള്ള ആളുകൾ ഇവരുടെ കമ്പനിക്കകത്ത് ഉണ്ടായിരുന്നില്ല. ഇത് സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളോ ഒരു കമ്മ്യൂണിക്കേഷനോ ഈ CRM കമ്പനിയുമായിട്ട് നടന്നിട്ടില്ല. ഇങ്ങനെ ഇത് നമ്മൾ മുൻകൈ എടുത്ത് ഇത് നടത്തിയപ്പോൾ ഇവർക്ക് മാത്രം വേണ്ട കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്യാനും ആ പ്രോസസ്സിലൂടെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ടുകളും ഡാഷ്ബോർഡുകളും കിട്ടുന്ന തരത്തിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയും. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർക്കൊരു വൗ ഫാക്ടർ ഉണ്ടായി. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയി. അപ്പോൾ സിംപ്ലിഫൈഡ് ആവാനുള്ള ഒരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനും കൂടി സാധിച്ചപ്പോൾ അവർ കുറച്ചുകൂടി കൺവിൻസ്ഡ് ആയി. അടുത്ത ഒരു പ്രശ്നമായിരുന്നു പക്ഷെ യഥാർത്ഥത്തിലുള്ള അവിടുത്തെ വലിയ പ്രശ്നം, കാരണം അവിടെയാണ് നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നത്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. ഓണർഷിപ്പുള്ള എംപ്ലോയീസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മിക്കവാറും ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. ഓണർഷിപ്പ് ഉണ്ടാവില്ല. അവർ ഒരു 10 to 5 ജോബ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ വരുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു, പിന്നെ അതിനെക്കുറിച്ച് മറന്നു പോകുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ കമ്പനിയെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പലരും പോകുന്നത്. അതിന് കാരണം കമ്പനിയുടെ കൾച്ചർ കൂടിയാണ്. കമ്പനിയുടെ ലീഡർ എങ്ങനെയാണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അയാൾ ജെന്യുവിൻ ആണോ? അയാൾക്ക് വാല്യൂ സിസ്റ്റം ഉള്ള ആളാണോ? അയാൾ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഉയർച്ച ശരിക്കും ആഗ്രഹിക്കുന്ന ആളാണോ? അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രീതി എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഉള്ളൊരു തോന്നൽ ഇദ്ദേഹം ഭയങ്കര പീപ്പിൾ ഫ്രണ്ട്ലി ആണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എപ്പോഴും ആളുകളോട് പോയി സംസാരിക്കും, ചോറുണ്ടോ എന്ന് ചോദിക്കും, ഇന്നലെ എന്തായിരുന്നു വിശേഷം ചോദിക്കും, സിനിമയ്ക്ക് പോയോ എന്ന് ചോദിച്ചു, ഭർത്താവുമായിട്ട് ട്രിപ്പ് പോകാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് ഇവർ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം സാലറി കൊടുക്കുന്നത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിന് ഒരല്പം താഴെയാണ്. ഒപ്പം തന്നെ ഇൻസെൻറ്റീവ്സ് പലപ്പോഴും കറക്റ്റായിട്ടുള്ള സമയത്ത് കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഈ മാനേജ്മെൻറ്റിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മാനേജ്മെൻറ്റിനെതിരെ ഏതെങ്കിലും 2 എംപ്ലോയീസിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് അവർ മറ്റുള്ളവരോട് പറയും. അവർക്കുണ്ടാവുന്ന ചില ഫീലിങ്സ് കൂടി പങ്കുവയ്ക്കുമ്പോൾ ഇതൊരു വൈൽഡ് ഫയർ ആവും, ഒരു കാട്ടുതീ പോലെ പെട്ടെന്ന് പടരും. അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കൾച്ചറിലേക്ക് ഓർഗനൈസേഷനെ തള്ളിവിടും. ഈ നെഗറ്റീവായിട്ടുള്ളൊരു കൾച്ചർ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അത് ഈ ഇൻസെൻറ്റീവ് പിടിച്ചു വെച്ചപ്പോൾ, ഇൻസെൻറ്റീവ് കൃത്യമായി കൊടുക്കാതിരുന്നപ്പോൾ, സാലറിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ, ട്രാവൽ ചെയ്തതിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് കൊടുക്കാതിരുന്നപ്പോൾ ചിലപ്പോൾ ഒരൊറ്റ കേസായിരിക്കും മതി, പ്രശ്നമാണ്. ഇതെല്ലാം ആക്ച്വലി കാണിക്കുന്ന ഓൺട്രപ്രണറിൻ്റെ വാല്യൂ സിസ്റ്റമാണ്. ഓൺട്രപ്രണറിന് ജെനുവിനായിട്ട് മറ്റുള്ള ആളുകളെ സഹായിക്കണമെന്നും ഉയർത്തണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ 1000 രൂപയോ 2000 രൂപയുടെയൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് അവരുമായിട്ട് വഴക്ക് പിടിക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ അതങ്ങനെ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കൾച്ചറിനെ അത് മൊത്തം ബാധിക്കുക എന്നുള്ളതാണ്. ഒരു 2000 രൂപയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപയുടെ നഷ്ടം ഒരു എംപ്ലോയി നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാൽ ഇത്തരത്തിൽ വളരെ മോശമായിട്ട് ചെറിയ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് സ്റ്റാഫിനെ ഡീൽ ചെയ്യരുത്. അപ്പം സ്റ്റാഫിന് ഈക്വലായിട്ട് ഇനിയുള്ള കാലത്ത് ഡീൽ ചെയ്യണം. അവർക്ക് ജെന്യുവിനായിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. അല്ലെങ്കിൽ കൾച്ചർ വളരെ മോശമായിരിക്കും. പക്ഷെ ഇത് ഇദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചപ്പോൾ ഒരു തരത്തിലും ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. കാരണം ഇല്ല, ഞാൻ വളരെ പെർഫെക്റ്റാണ്, ഞാൻ അത്യാവശ്യം നല്ല രീതിയിലാണ് ആളുകളെ ഡീൽ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കൺവിക്ഷൻ ആയിരിക്കാം. അദ്ദേഹം ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് നല്ല തരത്തിൽ ഡീൽ ചെയ്യണം എന്നാണ്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു, ആ സമയത്തുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇത് ഇങ്ങനെ പറ്റൂ, അല്ലെങ്കിൽ എംപ്ലോയീസ് ആകുമ്പോൾ അവരുടെ നിലയ്ക്ക് നിൽക്കണം. ഇനി പറ്റില്ലെങ്കിൽ പൊയ്ക്കോളൂ, നാളെ വേറെ ആളെ നമുക്ക് കിട്ടും. ഒരു സംശയം വേണ്ട, നമുക്ക് മോശമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളെ നമുക്ക് മാറ്റേണ്ടി വരും, വേറെ ആൾക്കാരെ കിട്ടുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, എപ്പോഴാണോ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ നിലനിർത്താൻ സാധിക്കുന്ന അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കമ്പനി നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം. വളരെ ശക്തമായ ഒരു ടീമിനെ, ഓണർഷിപ്പ് എടുക്കുന്ന ഒരു ടീമിനെ മോൾഡ് ചെയ്തെടുക്കണം. അതിന് നിങ്ങളുടെ ലീഡർഷിപ്പ് എബിലിറ്റി വളരെ പ്രധാനമാണ്. ലീഡർഷിപ്പ് എബിലിറ്റി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടേമിൽ വിത്ത്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിനെ പലതവണ നമ്മൾ മെൻറ്റർ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പലതരത്തിലൊക്കെ. അദ്ദേഹത്തിന് ചെറിയ രീതിയിലൊക്കെ മനസ്സിലായി. നമ്മൾ സിസ്റ്റംസ് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം ആ സിസ്റ്റംസ് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എഗെയിൻ പലപ്പോഴും പല ഓൺട്രപ്രണേഴ്സിൻ്റെയും സ്മോൾ ആൻഡ് മീഡിയം ലെവൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് കൺസൾട്ടൻസിന് വരെ അവിശ്വസിക്കുക എന്നുള്ളതാണ്. കൺസൾട്ടൻറ്റിന് പറയുന്നതിൽ മാറ്റം ഉണ്ടാവാനോ ഇല്ല. ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ
ഈ അവസരത്തിൽ നിങ്ങളോട് എൻ്റെ പ്രേക്ഷകർക്കായിട്ട് പറയാം, നിങ്ങളൊരു കൺസൾട്ടന്റിനെ കൺസൾട്ടിങ് അസൈൻമെന്റ് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൺസൾട്ടന്റ് പറയുന്ന മരുന്ന് അതേപോലെ തന്നെ കഴിക്കാൻ തയ്യാറാവണം. അതിനകത്ത് ചെറിയ മാറ്റം വരുത്തിയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ഡോക്ടറെ കാണുന്ന പോലെ തന്നെയാണ്. ഡോക്ടർ എഴുതുന്ന മരുന്നിനെ കുറിച്ച് കമന്റ് പറയാൻ രോഗിക്ക് യാതൊരു അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഡോക്ടറെ പോയി കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഡോക്ടർ പാരസെറ്റമോൾ എഴുതുന്നു, അപ്പോൾ ചോദ്യം ചെയ്യാണ്, രോഗി ചോദ്യം ചെയ്യുക, എന്തിനാ എനിക്ക് പാരസെറ്റമോൾ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓട്ടോമാറ്റിക്കലി ഡോക്ടർ വിഷമിച്ചു പോകും. കാരണം ഡോക്ടർക്കുള്ള കൺവിക്ഷൻ്റെ ഒരു പുറത്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അതിൽ എക്സ്പേർട്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു കൺസൾട്ടൻ്റ്. ബിസിനസ്സുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ആക്ച്വലി ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് തരുന്നത്. അത് കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാതെ ഇദ്ദേഹം ഒരു 2 മാസം നമ്മൾ പറയുന്നു, പക്ഷേ അദ്ദേഹം തിരുത്തുകൾ പറയുന്നു, ഇത് അങ്ങനെ ആയാലോ ഇതിങ്ങനെ ആയാലോ, ഓട്ടോമാറ്റിക്കലി എന്താവും, ഇംപ്ലിമെൻറ്റേഷൻ ഡിലേഡ് ആവും. ഒരുപക്ഷെ ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥ വരെ നമ്മളെത്തി. കാരണം നമ്മൾ പറയുന്ന ഒന്നും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ബന്ധം തകർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഇവിടെ വെച്ച് നിർത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ പോകാറുള്ളത്. കാരണം കൺസൾട്ടന്റ് പറയുന്നത് കേൾക്കാൻ, നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ നമുക്ക് പൈസ തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ബ്രദറൊക്കെ ഇടപെട്ട്, ബ്രദർക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അദ്ദേഹമൊക്കെ ഇടപെട്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടിയും ഒരു ക്ലാരിറ്റി വന്നു. ഇത് ഇങ്ങനെ തന്നെ പോയേ പറ്റൂ എന്നുള്ള ഉറപ്പുണ്ടായി. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ ആരംഭിച്ചു. പിന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് മാറ്റിക്കളയണം എന്നുള്ള ചിന്തയ്ക്കായിരുന്നു. അതൊന്നുമില്ല, ഇറ്റ് ടേക്സ് ടൈം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പം പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആദ്യം ഈ സെയിൽസ് ടീമിൻ്റെ പെർഫോമൻസ് മാത്രം നോക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഏകദേശം ഒരു 3-4 മാസത്തോളം നമ്മൾ വർക്ക് ചെയ്തു. അതിനെ ബേസ് ചെയ്തു. പ്രൊജക്റ്റ് ഡിലേഡായി, ഇദ്ദേഹം കാരണം മാത്രം ഡിലേഡ് ആവുന്നതാണ്. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രൊജക്റ്റ് ഡിലേഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും കൺസൾട്ടൻ്റ് ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്ലാനുകളുണ്ട്. ആ പ്ലാനിനകത്ത് അത് തീർക്കുകയും ക്ലയൻറ്റിനെ സക്സസ്ഫുൾ ആക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ റെസിസ്റ്റ് ചെയ്യുന്ന ചില ക്ലയൻറ്റ്സ് ഉണ്ടാവും. അത്തരം ആളുകൾ അവരുടെ തന്നെ സമയത്തിനെ പാഴാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ഇനി ഒരു കൺസൾട്ടിങ് എടുക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, കൺസൾട്ടന്റിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് തന്നെ വേണം ആക്ച്വലി ആ സംഭവം ഏറ്റെടുക്കാൻ. മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 15-16 വർഷത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈൻസിലുള്ള എക്സ്പീരിയൻസസിലൂടെ കടന്നു പോയതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസുമായിട്ട് വരുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആക്ച്വലി അത് വളരെ സ്മൂത്തറായിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു പ്രോജക്റ്റ്. മാത്രമല്ല അടുത്തൊരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കഥ ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇന്നലെയാണ് അവർ വീണ്ടും വിളിച്ചത്. നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു എക്സ്പാൻഷനിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഓഫീസിൻ്റെ ഒരു ലോഞ്ച് നമുക്ക് ഒന്ന് ഒരുമിച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും വലിയ ചലഞ്ചസിലൂടെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകാറുള്ളത് കൺസൾട്ടിങ് അസൈൻമെൻറ്റുകളിൽ. എങ്കിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷകളും ഒപ്പം സന്തോഷവുമാണ് തരുന്നത്. ഓൾ ദി ബെസ്റ്റ്.